തോന്നയ്ക്കൽ സായിഗ്രാമം. തോന്നയ്ക്കൽ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുമാരനാശാനെ ഓർമ്മ വരും. അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമാണ്, ജന്മം കൊണ്ട് പുണ്യം നേടിയ സ്ഥലമാണ് തോന്നയ്ക്കൽ. തോന്നയ്ക്കൽ നിന്ന് തുടങ്ങി അദ്ദേഹത്തിന്റെ ജീവിതം അവസാനിച്ചത് പല്ലനയിലാണ്, അല്ലേ? പല്ലന റെഡീമർ ബോട്ടപകടത്തിലാണ് അദ്ദേഹത്തിന്റെ അന്ത്യമുണ്ടായത്. അപ്പൊ ഈ തോന്നയ്ക്കൽ സായി ഗ്രാമം എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും വലിയ NGO, അതിനപ്പുറം ഒരുപാട് ആളുകൾക്ക് സഹായമരുളുന്ന ഒരു സ്ഥാപനത്തിന്റെ ഉള്ളിൽ നിന്നാണ് ഈ മോർണിംഗ് ഷോ പ്രേക്ഷകരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ജീവാത്മാവും പരമാത്മാവുമാണ് ഇപ്പോൾ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് KN അനന്തകുമാർ. അദ്ദേഹം കേട്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. ഒരുപാട് പേര് കച്ചവടത്തിലേക്ക് ഇറങ്ങുന്നു, അദ്ദേഹം ജനങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി. തീർച്ചയായും. ഓക്കെ, അപ്പൊ ഈ സായി ഗ്രാമം ഇന്ന് വളരെ നിറവോടെ നിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ അങ്ങയുടെ ഒരു ആലോചനയില്ലേ ഈ സ്ഥാപനത്തിന്റെ മുന്നോട്ടുള്ള വളർച്ച എങ്ങനെയായിരിക്കും? ഇപ്പൊ ഏകദേശം സായിഗ്രാമത്തിന്റെ അകത്ത് പദ്ധതികളെല്ലാം പൂർത്തിയായി. 25 ഏക്കറിൽ മുഴുവനും പദ്ധതികളാണ്. ഏകദേശം 45 പദ്ധതികൾ ലൈവായിട്ട് ആൾറെഡി ഉണ്ട്. 60ഓളം സ്ഥാപനങ്ങളുണ്ട്. അപ്പൊ സായിഗ്രാമത്തിന്റെ സംബന്ധിച്ച് ഇനി അങ്ങോട്ടില്ല, പക്ഷെ ഇതെല്ലാം നിലനിർത്തി പോകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ജോലി. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇങ്ങനെ ഹിന്ദുക്കൾ മാത്രം അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ മാത്രം ഒന്നിറങ്ങിയാലോ? നമുക്ക് ഒരിക്കലും ഇല്ല, അങ്ങനെയില്ല. ജാതി മത വർഗവർണ്ണ പ്രശ്നങ്ങളൊന്നുമില്ല. സത്യസായിബാബയുടെ അതൊക്കെ ഇല്ലാതെ ഒരു സ്ഥാപനത്തിൽ കഴിയാൻ പറ്റും. കൺസെപ്റ്റ് തന്നെ അതാണല്ലോ, സർവമത സാഹോദര്യം ആണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സ്വാമി വിവേകാനന്ദനാണ്. ഇത് കേരളത്തിലെ ഏറ്റവും വലിയൊരു കമ്മ്യൂണിറ്റി ഹാളാണ്. 18,000 സ്ക്വയർ ഫീറ്റ് ആണ് ഇത്. 18,000 സ്ക്വയർ ഫീറ്റ്. അതിൽ ഏറ്റവും അത്ഭുതമായിട്ടുള്ളത് കഴിഞ്ഞവണ ഗവർണർ വന്നപ്പോഴാണ് പറഞ്ഞ ഡയസ് 200 പേർക്ക് ഇരിക്കാവുന്ന ഡയസ്. അത് ഇന്ത്യയിൽ എവിടെ ഇല്ലെന്ന് അദ്ദേഹം പറയുന്നു. ഈ ഒരു സ്റ്റേജ് 200 പേർക്ക് ഇരിക്കാം. ഇത് ഇത്രയും വലിയൊരു സംഭവമായിട്ട് കെട്ടിയിടാൻ കാര്യം ഇത് ഞങ്ങളുടെ പബ്ലിക് ഫംഗ്ഷൻ എല്ലാം നടത്തുന്ന ഇവിടെയാണ്. APJ അബ്ദുൽ കലാം എന്ന് പ്രസംഗിച്ചത് ഇവിടെയാണ്. വെങ്കയ്യജി ഇവിടെയാണ് പ്രസംഗിച്ചത്. എല്ലാ മേജർ ഫംഗ്ഷനുകളിലും എല്ലാം ഇവിടെയാണ് നടത്തുന്നത്. ഓക്കെ, ഗംഭീരമായിട്ടുണ്ട്. അതെ, സംഭവം ഇവിടെ എല്ലാവരും ഉണ്ട്, അല്ലേ? എല്ലാവരും ഉണ്ട്. മദർ തെരേസ മുതൽ ശ്രീനാരായണ ഗുരു വരെ, ഗുരുദേവനുണ്ട്, ഉണ്ട്. മഹാത്മാഗാന്ധി ഉണ്ട്, ശങ്കരാചാര്യരുണ്ട്. പിന്നെ ഈ ഒരു ബാക്ക്ഡ്രോപ്പ് തന്നെ ഇടയ്ക്ക് പ്രേക്ഷകരെ കൂടെ നോക്കണം. ഈ ഒരു ബാക്ക്ഡ്രോപ്പ് തന്നെ എല്ലാം ഉണ്ട്. അതായത് പള്ളിയുണ്ട്, ചർച്ചുണ്ട്, കൂടാതെ പത്മനാഭസ്വാമി ക്ഷേത്രമുണ്ട്. ഞാൻ ഇടയ്ക്ക് ചോദിക്കട്ടെ, അങ്ങ് പറഞ്ഞല്ലോ ഇവിടെ സ്ഥിരമായി താമസിക്കുന്ന ആൾക്കാരുണ്ടെന്ന്. അപ്പൊ കുറെ ആൾക്കാരെ അങ്ങനെയും കണ്ടു. അപ്പൊ സ്ഥിരമായി താമസിക്കുന്ന ആളുകളെ തിരഞ്ഞെടുക്കുമ്പോഴും ഈ ജാതിരഹിത, മതരഹിത, വർഗരഹിത ഒക്കെയാണോ? അത് അതിനെക്കുറിച്ച് ഇന്നുവരെ ചിന്തിച്ചിട്ടില്ല. ഇല്ല, മനുഷ്യനാണോ എന്ന് മാത്രമേ നോക്കാറുള്ളൂ. അതേ ഉള്ളൂ. ജാതിയെ കുറിച്ചൊക്കെയുള്ള അങ്ങയുടെ ഒരു ധാരണ എന്തുവാ? അല്ല, ജാതി എന്നുള്ളത് മനുഷ്യൻ സൃഷ്ടിക്കുന്നതാണ്. ഒരിക്കലും ജാതി എന്നുള്ള പേരിൽ മനുഷ്യനെ അവതരിപ്പിക്കരുത്. ജാതിയുടെ പേരിൽ മനുഷ്യനെ അവതരിപ്പിക്കരുത്. നടന്നാലോ? ഓക്കെ. അപ്പൊ അങ്ങയെ സഹായിക്കാൻ ഇവിടെ ഒരുപാട് ആളുകളുണ്ടോ, അതോ എങ്ങനെയാ? ഇവിടെ സായിഗ്രാമത്തിന്റെ അകത്ത് തന്നെ ഏകദേശം 100-ലധികം സ്റ്റാഫ് ഉണ്ട്. ക്ലീനിങ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനം ക്ലെൻലിനെസ് ആണ്. ഈ ഹോളിൽ നോക്കിയാൽ കാണാൻ പറ്റും. ക്ലെൻലിനെസ്സിന് വേണ്ടി ക്ലീനിങ് സ്റ്റാഫ് തന്നെ 36 പേരാണുള്ളത്. എന്നുവെച്ചാൽ 2 ലക്ഷം സ്ക്വയർ ഫീറ്റ് കെട്ടിടങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് വരണല്ലോ. അപ്പൊ അതിന് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കണം. വെങ്കയ്യജി വന്നപ്പോൾ ഏറ്റവും കൂടുതൽ അദ്ദേഹം നമ്മളെ ഇത് പറഞ്ഞത്, കൂടുതൽ അദ്ദേഹത്തിന് സന്തോഷമായത് ഇവിടുത്തെ ക്ലെൻലിനെസ് ആണെന്ന് അദ്ദേഹം പറഞ്ഞു. അതുപോലെ അബ്ദുൽ കലാം വന്നപ്പോഴും ആദ്യത്തെ ഒരു സെന്റൻസ് പറഞ്ഞത്, ഐ നെവർ സീൻ സച്ച് എ പ്രൊജക്ട് എനിവെയർ ഇൻ ദ വേൾഡ് എന്നും പറഞ്ഞാണ് പ്രസംഗം തുടങ്ങിയത്. ഇഷ്ടംപോലെ കിട്ടും. അല്ല, ഓക്കെ. അപ്പൊ വണ്ടി കയറിയാലോ? ഇപ്പോഴും ഈ 70 വയസ്സിലും ചുറിയൂർക്കൂടെ നടക്കുകയാണ്. 100%. ചെയ്യുന്ന ജോലി അതുപോലെയുള്ള ആണല്ലോ. ഓക്കെ. ഈശ്വരന്റെ കാരുണ്യവും ഒരുപാട് ആളുകളുടെ പ്രാർത്ഥനയും കൊണ്ട് ജീവിച്ചു. ഇവിടെ നിന്ന് ഈ വളരെ അനാഥരായി വന്ന ഒരുപാട് കുട്ടികളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയ ഒരുപാട് കുട്ടികളുണ്ടോ? ഒരുപാട്. ഞങ്ങൾ വളർത്തി വലുതാക്കി അവരെ എല്ലാം ജോലി കൊടുത്തതിന് ശേഷമാണ് നമ്മൾ അവരായിട്ടുള്ള കണക്ഷൻ പോലും വിടുന്നത്. ഏകദേശം 1000 ഈ 30 വർഷം കൊണ്ട് 1000 കുട്ടികളെ എടുത്തു വളർത്തി വലുതാക്കി സെറ്റിൽ ചെയ്ത ഒരു പ്രസ്ഥാനമാണിത് എന്നുള്ളത് ഏറ്റവും വലിയ ഒരു അഭിമാനമുള്ള കാര്യമാണ്.